ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് CPI ജില്ലാ കൗൺസിലുകൾ ചേരുന്ന നിർദ്ദേശം. വയനാട്ടിൽ ആനി രാജ, തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ, തൃശൂരിൽ VS സുനിൽകുമാർ എന്നിവരുടെ പേരുകൾക്കാണ് ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പ്രാമുഖ്യം. 26-ന് ഔദ്യോഗിക തീരുമാനമുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചു. ആകെയുള്ള 20 സീറ്റിൽ LDF ധാരണ പ്രകാരം തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് എന്നീ 4 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 3 പേരുടെ വീതം സാധ്യതാ പട്ടിക തയ്യാറാക്കി നൽകണമെന്നാണ് അതാത് ജില്ലാ കൗൺസിലുകൾക്ക് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് നൽകിയ നിർദ്ദേശം. 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുമെന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. പാർട്ടിയുടെ കീഴ്വഴക്ക പ്രകാരം ശുപാർശകൾ വരും. 26-ന് ഞങ്ങൾ വീണ്ടും എക്സിക്യൂട്ടീവ് കൂടും. 26-ന് ഞങ്ങൾ സാമാന്യേന ധാരണയുണ്ടാക്കും. തിരുവനന്തപുരം സീറ്റിൽ ഭക്ഷ്യമന്ത്രി GR അനിൽ, പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം, മുൻ MP പന്നിൻ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ഉയരുന്നത്. ബിനോയ് വിശ്വം മത്സരിച്ചാൽ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല പന്നിൻ രവീന്ദ്രന് കൈമാറിയേക്കും. മാവേലിക്കര സംവരണ മണ്ഡലത്തിൽ മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, ആലപ്പുഴ ജില്ലാ നേതാവ് അരുൺകുമാർ എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. KPMS നേതാവ് പുന്നല ശ്രീകുമാറിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള സാധ്യതകളും പാർട്ടി പരിശോധിക്കുന്നു. CPM പിന്തുണയോടെയാണ് ഇതിനുള്ള നീക്കം. തൃശൂരിൽ മുൻ മന്ത്രി VS സുനിൽകുമാറിന് തന്നെ സീറ്റ് ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. വയനാട് സീറ്റിൽ പാർട്ടി ദേശീയ നേതാവും ജനറൽ സെക്രട്ടറി D രാജയുടെ ഭാര്യയുമായ ആനി രാജയുടെ പേരിനാണ് മുൻഗണന. ഇവരുടെ മകൾ അപരാജിത രാജയുടെ പേരും ഉയർന്നു കേൾക്കുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വീണ്ടും മത്സരിച്ചാൽ സൗഹൃദ മത്സരം നടത്തുന്നത് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ LDFന് ദോഷകരമാകുമെന്നാണ് CPIയുടെ വിലയിരുത്തൽ. അതിനാണ് വയനാട് സീറ്റിൽ ദേശീയ നേതാവിനെ ഇറക്കി മത്സരം കടുപ്പിക്കുന്നത്. ജനം, തിരുവനന്തപുരം.